നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. കേരളത്തിൽ കുഞ്ഞുകുട്ടികൾ, വലിയ മുതിർന്നവർ ആ കുഞ്ഞുകുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നടുക്കത്തോടെ കേട്ട ഒരുപാട് സംഭവങ്ങൾ. സ്വന്തം വീട്ടിൽ ചില കുട്ടികളെ സ്വന്തം പിതാവ് അല്ലെങ്കിൽ പിതാവിൻ്റെ ബന്ധുക്കൾ, മാതാവിൻ്റെ ബന്ധുക്കൾ, മധ്യവയസ്കരായിട്ടുള്ള ബന്ധുക്കൾ, ഉറ്റവർ, അയൽവാസികൾ, ഇത്തരത്തിലുള്ളവർ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭയപ്പാട്, ആശങ്ക അതൊക്കെ വലുത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് 4 വയസ്സുകാരിയുടെ മരണം കേരളത്തെ ഒന്നടങ്കം വേദനയിലാഴ്ത്തിയതാണ്. സ്വന്തം അമ്മ കുട്ടിയെ കൊലപ്പെടുത്തിയ ആ സംഭവം അക്ഷരാർത്ഥത്തിൽ പല ചോദ്യങ്ങൾ ഉയരുകയും ഏവരും ഒരുപോലെ അപലപിച്ചതുമായ ഒരു സംഭവമാണ്. ഇപ്പോൾ ഇതാ ഈ കുട്ടിയുടെ മരണം അതിനേക്കാൾ വേദനാജനകമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുട്ടി പീഡനത്തിന് വിധേയയായി എന്നാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. വിശദമായി നോക്കാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധേയമാവുന്നത് കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും പിതാവ് പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അച്ഛൻ്റെ ആ സംശയം ശരിയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയുടെ പിതാവിൻ്റെ സഹോദരനാണ് പ്രതി എന്നാണ് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ കുട്ടിയെ അംഗൻവാടിയിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു, കുട്ടിയുമായി കൂടുതൽ ഇടപഴകുമായിരുന്നു, കുട്ടിയുമായി ഇയാൾ കളിക്കുമായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ കുട്ടിയോട് ചുറ്റുമുള്ളവർ നോക്കുമ്പോൾ കുട്ടി അംഗൻവാടിയിൽ കൊണ്ടുവിടുന്നു, കുട്ടിയുമായി നല്ല രീതിയിൽ ഇടപഴകുന്നു, കുട്ടിയെ കളിപ്പിക്കുന്നു. അപ്പോൾ മറിച്ച് ഇയാൾ ഈ കുട്ടിയെ ലൈംഗികമായും ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അതായത് അമ്മയ്ക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്നതടക്കമുള്ള ഒരു ചോദ്യമൊക്കെ അതിലൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ മുറിയിൽ വെച്ചാണ് പീഡിപ്പിച്ചതെന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും അമ്മയ്ക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയാമായിരുന്നോ? അതുകൊണ്ടാണോ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഇത്തരത്തിൽ കുട്ടി പീഡിപ്പിക്കപ്പെട്ടത് കൊണ്ടാണോ കുട്ടിയെ കൊലപ്പെടുത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. 1 മാസമായി സ്വന്തം വീട്ടിൽ ആയിരുന്നു ഈ കുട്ടിയുടെ മാതാവ് നിന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം കൊണ്ടാണോ സ്വന്തം വീട്ടിലേക്ക് പോയത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ശക്തമാവുകയാണ്. അമ്മ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കവെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതും ഈ വിവരങ്ങളടക്കം പുറത്തേക്ക് വന്നതും. എന്തായാലും ഇനി കുട്ടിയുടെ അമ്മയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ പീഡനത്തെക്കുറിച്ച് അറിയാമായിരുന്നോ? അറിഞ്ഞു എങ്കിൽ അത് ഈ കൊലപാതക ദിവസം, അതായത് നേരത്തെയും പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന്, ഒരുപാട് തവണ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയുടെ ദേഹത്തൊക്കെ മുറിവുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലുള്ള അതിക്രൂര പീഡനമാണ് കുട്ടി നേരിട്ടത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ കൂടുതൽ വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കും. കൂടുതൽ പേരുടെ മൊഴിയെടുക്കുക എന്നൊരു നീക്കത്തിലും അന്വേഷണ സംഘം നീങ്ങുകയാണ്. കുഞ്ഞിൻ്റെ പിതാവിൻ്റെ അടുത്ത ബന്ധു അറസ്റ്റിലായി എന്നത് നടക്കുന്ന വിവരം തന്നെയാണ് കുഞ്ഞിനെ പീഡിപ്പിച്ച ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങളും പുതിയതായി വന്ന വിവരങ്ങളും ഇതൊക്കെയാണ്. അക്ഷരാർത്ഥത്തിൽ കേരളം ആ കുഞ്ഞിൻ്റെ മരണം എല്ലാവരെയും നടുക്കിയതും വേദനാജനകമായി മാറിയതുമാണ്. അതിനേക്കാൾ വേദനാജനകമായി മാറിയിരിക്കുകയാണ് ഈ ഒരു വിവരം, കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം. ഇന്നലെ രാവിലെ മുതൽ നടന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാളെ കോടതിയിൽ ഉടൻ ഹാജരാക്കും. കൊലപാതക കേസിന് പിന്നാലെ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നു എന്ന വിവരവും പുറത്തു വന്നതോടെ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. ആലുവ, പുത്തൻകുരിശ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. സൈബർ വിദഗ്ധരും അന്വേഷണ സംഘത്തിലുണ്ട്. കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായതോടെ കുട്ടിയുടെ അമ്മയെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കുട്ടി മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന വീടിനടുത്ത് തന്നെയാണ് ബന്ധുക്കളും താമസിക്കുന്നത്. തുടർന്ന് കുട്ടിയെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചിരുന്നു എന്നാണ് ബന്ധു പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. കുട്ടിയുടേത് മുങ്ങി മരണം തന്നെയാണെങ്കിലും ശരീരത്തിൽ കണ്ട ചില പാടുകളും മുറിവുകളും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കുട്ടിയുടെ കൊലപാതകം അന്വേഷിക്കുന്ന ചെങ്ങമ്മനാട് പോലീസ് തുടർന്ന് ഇക്കാര്യം പുത്തൻകുരിശ് പോലീസിനെ അറിയിച്ചു. ഇന്നലെ രാവിലെ മുതൽ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. ആലുവ, പുത്തൻകുരിശ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. ചോദ്യം ചെയ്യലിനൊടുവിൽ ബന്ധുക്കളായ 3 പേരെയായിരുന്നു പോലീസിന് സംശയം വന്നത്. ഇതിൽ 2 പേരെ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. തുടർന്ന് മറ്റുള്ളവർ നൽകിയ മൊഴിയുടെയും പ്രതിയുടെ ചോദ്യം ചെയ്യലിന്റെയും അടിസ്ഥാനത്തിൽ ഒരാളെ മാത്രം കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു, അറസ്റ്റും രേഖപ്പെടുത്തി. അതേസമയം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കുഞ്ഞിൻ്റെ അമ്മ ഭർത്തൃവീട്ടിൽ ശാരീരിക മാനസിക പീഡനം നേരിടേണ്ടി വന്നതായി മൊഴി നൽകിയിരുന്നു. റിമാൻഡിലുള്ള അമ്മയെ വിശദമായ ചോദ്യം ചെയ്യലിന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ചെങ്ങമനാട് പോലീസ് ഇതിനായി കോടതിയിൽ അപേക്ഷ നൽകും. കുഞ്ഞും സഹോദരനും താമസിച്ചിരുന്നത് അച്ഛൻ്റെ വീട്ടിലാണ്. കുട്ടിയെ മൂഴിക്കുളം പാലത്തിൽ നിന്ന് താഴേക്ക് എറിഞ്ഞതായി അമ്മ സമ്മതിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുകയാണ്.
ഭർതൃഗൃഹത്തിൽ നിന്നിറങ്ങിയ ശേഷം അങ്കണവാടിയിലെത്തി കുട്ടിയെ വിളിച്ച് അമ്മ മൂഴിക്കുളത്തെത്തുന്നത് വരെയുള്ള ഒട്ടേറെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടിയുടെ പിതാവ് നടത്തിയ ഒരു പ്രതികരണവും നിർണായകമായിരുന്നു. ഈ അമ്മ നേരത്തെയും കുഞ്ഞുങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. 2 മാസം മുമ്പ് കുട്ടികളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ അമ്മ അവരുടെ വീട്ടിൽ വെച്ച് ആക്രമിച്ചു. ഈ കുട്ടിയുടെ അമ്മയ്ക്ക് മാനസിക പ്രശ്നമുണ്ടോ എന്നറിയാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. ഭർത്തൃ വീട്ടിൽ കുട്ടിയുടെ അമ്മയ്ക്ക് പീഡനമെന്ന ആരോപണം തെറ്റാണ് എന്നും പിതാവ് പ്രതികരിച്ചിരുന്നു. തൻ്റെ ഭാര്യ കുഞ്ഞിനെ മുൻപും കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അവളുടെ വീട്ടിൽ വെച്ച് ഐസ്ക്രീമിൽ വിഷം കലർത്തിയായിരുന്നു. അവളുടെ വീട്ടുകാർ തന്നെ മുൻപ് ഇത് പറഞ്ഞിരുന്നു.